ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു ഫമാസ് വേൾഡ്. അപ്പോൾ ഗായ്സ്, ഞാനിന്ന് പോയിക്കൊണ്ടുള്ളത് നമ്മളെ 10th റീയൂണിയൻ ഫ്രണ്ട്സ് മീറ്റപ്പ് ഉണ്ട്. അങ്ങനെ ആടത്തേക്കാണ് പോയിക്കൊണ്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളെ ക്ലാസ്മേറ്റ് സൊയിലു എൻ്റെ ഫ്രണ്ട് തന്നെ നമ്മളെ പിക്കാക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി കണ്ടോക്ക്. 2015-16 ಸಾಲಿನ ರಿಯೂನಿಯನ್ಗೆ ಎಲ್ಲರಿಗೂ ಸುಸ್ವಾಗತ. ಶಿಹಾಬುದ್ದೀನ್ ಅವರ ನೇತೃತ್ವದಲ್ಲಿ ನಡೆಯುತ್ತಿರುವ 10 ಕಾಲದ ಬಳಿಕ ನಾಪೋಕ್ಲಿನಲ್ಲಿ ಪ್ರಪ್ರಥಮ ಬಾರಿಗೆ ನಡೆಯುತ್ತಿರುವ ರಿಯೂನಿಯನ್ ಎಲ್ಲರಿಗೂ ಸ್ವಾಗತವನ್ನು ಕೋರಲಿದ್ದಾರೆ ಅಬ್ದುಲ್ ಜಬ್ಬಾರ್. ಮೊದಲಿಗೆ ಪ್ರಾರ್ಥನೆ. मुझे नींद आए जो आखिरी तुम ख्वाबों में आते रहना, बस इतना है तुमसे कहना, बस इतना है तुमसे कहना, बस इतना है तुमसे कहना, बस इतना है तुमसे कहना. मैं रहूं या ना रहूं तो मुझ में कई बाकी रहना. किसी रोज बारिश जो आए समझ लेना बूंदों में मैं हूँ, सुबह धूप तुमको सताए समझ लो न किरणों में मैं हूँ. किसी रोज बारिश जो आए समझ लेना बूंदों में मैं हूँ. ನಿನ್ನೆ ಹಾಸ್ಪಿಟಲ್ ಅಲ್ಲಿ ಇದ್ದ ಫಮಿದ ಇವತ್ತು ಬೆಳಿಗ್ಗೆ ನಿನ್ನೆ ರಾತ್ರಿ ಸ್ಟೇಟ್ ಬಸ್ ಹತ್ತಿ ನೇರ ಬೆಂಗಳೂರಿಂದ കക്കബಗೆ ಆಗಮಿಸಿದೆ. സ്വാഗത ഫമിദ ಅವರಿಗೆ. സ്കൂളിലേക്ക് വരും. തങ്ങളന്ന് വലിയ തലക്കെട്ട് ഇതിലിട്ട് ബുർദാന്റെ അമീറാണ്. ആ നായല ഷെരീഫിലെ തലക്കല്ലിട്ടിട്ട് ചെല്ലേ വേണ്ട. അപ്പൊ ആ ഒരു ഘട്ടത്തിലൂടെ ഒന്ന് സഞ്ചരിക്കുമ്പോ മനസ്സിന് എന്തെന്നില്ലാതെ ഒരു കുളിർമയാണ് പറഞ്ഞു വരുന്നത്. നമ്മളിങ്ങനെ എന്താക്കും, മർക്കസിന്ന് വരും. പക്ഷെ അന്നൊരു 8ാം ക്ലാസ് സൈക്കിളും കിട്ടി. പിന്നെ പറയേ വേണ്ട. തന്നെയാണുള്ളത് അനുഭവം. പിന്നെ കുറച്ച് കട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്, മുട്ടായി തിന്നാൻ പോയിട്ടുണ്ട്, കുറെ അടി കൊണ്ടിട്ടുണ്ട്. ഇതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്റ് മട്ടന്നൂരാന്നുള്ളത് 2 മക്കളും ഉമ്മയാണ്. പിന്നെ ചെറിയൊരു ടീച്ചിങ് ഉണ്ട്, ഓൺലൈനായിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നത് പറയുന്നത് അറിയില്ല. ഞാന് മർക്കസ് പറഞ്ഞ സ്ഥാപനത്തേക്ക് വന്നത് 2011 and 12 ഇയറിലായിരുന്നു. അറിയില്ല എക്സാക്ട് ആയിട്ട്. പിന്നെ ഞാൻ 5th തൊട്ടിട്ട് 7th വരെ ആടിനെ കൊട്ടമുടിയിൽ പഠിച്ച് അത് കഴിഞ്ഞ് നാപ്പൊക്കെ സ്കൂളിൽ വന്ന്. അപ്പൊ എല്ലാരും പേടിപ്പിക്കുന്നുണ്ട്, എന്തെന്ന് ഭയങ്കര സ്ട്രിക്റ്റ് സ്കൂള്, അങ്ങനെ ഇങ്ങനെ നളിനി മേഡം മാന്ത സർ ഇതെല്ലാം ആരും അങ്ങനെല്ലാം തിങ്ക് ആക്കുന്നുണ്ടായി. പിന്നെ എന്തായി, ഓരോ ടീച്ചേഴ്സ്മാരെ കാണുമ്പോ നമുക്കൊരു നെർവസ്. എന്താ പറഞ്ഞ ഫസ്റ്റ് പോയപ്പോഴുള്ളവർ ഞങ്ങൾക്ക് ആ എക്സ്പീരിയൻസ്. എല്ലാവർക്കും അറിയാലേ, പിന്നെ കൊൽക്കേരിലായിരിക്കും പ്രൈമറി ഒക്കെ പഠിച്ചത്. പിന്നെ 8th വരെ പഠിച്ച് 9th 10th ആണ് ഹൈസ്കൂൾ നാപ്പോക്കിലേക്ക് വരുന്നത്. പിന്നെ നാപ്പോക്കിന്നാണ് എല്ലാ കളികളും സ്റ്റാർട്ടാകുന്നത്. മെയിൻ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്ന വികാസ്, NCCന്റെ മെയിൻ ലീഡറും ഓർമ്മ വരുന്ന വികാസ്. പിന്നെ നമ്മളെ ക്ലാസ് ഇതെല്ലായി. പിന്നെ മാന്തി സെന്റർ കുറെ തല്ലും, പിന്നെ ഇംഗ്ലീഷ് പഠിക്കാതെ ഇതിനെല്ലാം കൊള്ളുന്നുണ്ടായത് ഓർമ്മയുണ്ട്. പിന്നെ മെയിനായിട്ട് സിയാബുണ്ടോറ് എപ്പൊ നോക്കിയാലും സ്കൂളിലുണ്ടാവില്ല, ഫുൾ ടൈം കാട്ടില്.
ഏത് പാരന്റ്സ് മീറ്റിംഗിലും ഓനും ഉണ്ടാവില്ല, അവന്റെ ഫാമിലി ഉണ്ടാവില്ല. പിന്നെന്താ വെച്ചാല് നമ്മളെ മെയിനായിട്ട് ഫസ്റ്റ് ഓർമ്മ വരുന്നത് നമ്മളെ 10th ടൂർ പോയതാണ്. മൈസൂർ, ഹാസന, ഹളബീഡു, ബേലൂർ എല്ലാം പോയത്. അവിടെ നല്ലൊരു മെമ്മറീസ് ആണ് ക്രിയേറ്റ് ആയത്. ഇങ്ങനെയല്ല റെക്കോർഡിംഗ്. तू हौसला है, तू है इरादा, आधी में तुझ में, मुझ में तू आधा, टूटो न मैं भी, टूटे न तू भी, मैं तेरा सपना, तू मेरा वादा, हाय मैं मर ही जाऊं, तो तुझको ना पाऊं, बातों में तेरी मैं रातें बिताऊं, होठों पे नमाज़ है, नाम तेरा है, तुझको ही गाऊं मैं, तुझको पुकारूं, അതിന് കൈയൊട്ടാൻ കഴിയാല, പിന്നെ കരിയാണല്ലോ. मौसम जरा सा रूठा हुआ है, सैयार तू तो बदला नहीं है, मौसम जरा सा रूठा हुआ है. അങ്ങനെ നമ്മൾ വന്നെത്തി, പരിപാടിയെല്ലാം തുടങ്ങി, പരിപാടിയെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടുണ്ട്. അപ്പോൾ തന്നെ ഫുഡ് വന്ന് ഭയങ്കര സെറ്റപ്പിലാന്നുള്ളത് കാര്യങ്ങളെല്ലാം. കൊടകിൽ തന്നെ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ ഒരു റീയൂണിയൻ മീറ്റപ്പല്ലോ. ഇതുവരെ കൊടകിൽ എവിടെയും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. നമ്മൾ തന്നെ ഫസ്റ്റ് ആക്കിയതെന്ന് തോന്നുന്നു. ഭയങ്കര എഫേർട്ടും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് എല്ലാവരുടെ നമ്പറെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറേ മന്ത്ന്ന് എഫേർട്ട് ഇട്ടിട്ടാണ് ഇന്നത്തെ ഒരു ഡേ സെറ്റാക്കിയിട്ടുള്ളത്. ഞമ്മ പഠിക്കുന്ന സമയത്ത് കുറേ കുട്ടികളുണ്ടായിനി. ബട്ട് കുറച്ച് കുട്ടികളെല്ലാം കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട്, ഓരോ പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ആരും വരാൻ പറ്റിയിട്ടില്ല. എന്നാലും ഇത്ര ആള് വന്നിട്ട് ജോയിൻ ആയിട്ടുണ്ട്. അതിൽ തന്നെ വല്ലാത്തൊരു സന്തോഷമുണ്ട്. എല്ലാവരും വന്നിട്ട് ജോയിൻ ആയതും അവിടെ നടന്ന ഓരോരോ മെമ്മോറീസ് എല്ലാം ഭയങ്കര സന്തോഷം തന്നിട്ടുണ്ട്. നമ്മൾ ഇതിനേക്കാളും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ സെറ്റാക്കണമെന്ന്. ബട്ട് നമ്മളെ കൊണ്ട് പറ്റിയ രീതിയിൽ നമ്മൾ എങ്ങനെയല്ലോ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ട് എങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ എല്ലാവരും സാറ്റിസ്ഫൈഡ്, എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. പറ്റുന്ന രീതിയിൽ സെറ്റപ്പും കാര്യങ്ങളും ഫുഡും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ലൊരു അടിപൊളി മീറ്റപ്പ് കഴിഞ്ഞ് നല്ലൊരു അടിപൊളി വൈബ് സെറ്റാക്കി. എല്ലാം ഉദ്ദേശിച്ചത്ര ആയിട്ടില്ലെങ്കിലും തർക്കടില്ല, എല്ലാം അൽഹംദുലില്ലാ പാങ്ങല കഴിഞ്ഞിട്ട് കൂടി. അപ്പോൾ പരിപാടിക്ക് വരാതെ സങ്കടപ്പെടുന്നവർ നോക്കിയിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും അടിച്ചു പൊളിക്കാം ഗൈസ്. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഗൈസ്, എൻ്റെ വ്ളോഗും കഴിഞ്ഞ്. അപ്പോൾ എൻ്റെ ഈ ഒരു 10th റീയൂണിയൻ മീറ്റപ്പിൻ്റെ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, സപ്പോർട്ട് ആക്കുക, ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക, കമൻറ്റ് ആക്കുക. നിങ്ങൾ ഇതെല്ലാം ചെയ്താലേ ഞങ്ങൾക്ക് സപ്പോർട്ട് ആക്കുന്നുണ്ട് എന്ന് അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ റിക്വസ്റ്റ് ആക്കുന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.